വയനാട് ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് പുൽപ്പള്ളിയിൽ നടക്കുന്നത്. കാരണം വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വയനാട്ടിൽ വന്നപ്പോൾ ഇനി നോക്കി നിൽക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജനങ്ങൾ വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ട് നീങ്ങുന്നത്. 2 മാസത്തിനിടെ 3 പേരെയാണ് കാട്ടാന ഇവിടെ ആക്രമിച്ചു കൊന്നത്. കാട്ടാന, അതുപോലെ തന്നെ കടുവ, കാട്ടുപന്നി, ഇത്തരത്തിലുള്ള എല്ലാ വന്യമൃഗങ്ങളും ഇപ്പോൾ നാട്ടിലിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ ഈ ഒരു പ്രതിഷേധ പരിപാടി, അല്ലെങ്കിൽ ഇന്നലെ മരിച്ച ഈ സഹോദരൻ്റെ ബോഡി ഇവിടെ വെച്ച് ജനങ്ങൾ പ്രതിഷേധിക്കുന്നതിനിടയിലാണ് തൊട്ടടുത്ത് ഒരു കടുവ ഒരു പശുവിനെ പിടിച്ച് ആ പശുവിനെ ഇവിടെ എത്തിച്ചുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാരുടെ വണ്ടിയുടെ ബോണറ്റിൻ്റെ മേൽ ആ പശുവിനെ കെട്ടിയിട്ട് അതിനെ റീത്ത് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഒരു വലിയ പ്രതിഷേധ പരിപാടി ഇവിടെ നടന്നത്. എന്തായാലും ഒരു ശാശ്വതമായ പരിഹാരം ഇല്ലാതെ ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒരുപക്ഷെ വയനാട്ടിൽ ഇന്ന് ഹർത്താലാണെങ്കിൽ പോലും വയനാട് കണ്ടതിൽ വെച്ച് അത്രയേറെ ആളുകളാണ് ഇന്നിവിടെ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഈ ഒരു പ്രക്ഷോഭം എന്തെങ്കിലും, അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഇല്ലാതെ ഒരിക്കലും ഈ പ്രതിഷേധം അടങ്ങാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. കാരണം ആളുകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ പുൽപ്പള്ളിയിൽ കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു വന്യമൃഗശല്യം പല രീതിയിലും, അല്ലെങ്കിൽ ഏത് സർക്കാരാണെങ്കിലും അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുകയല്ലാതെ ഇതിനൊരു പരിഹാരം കാണാത്തതിൽ ഇനി അടങ്ങിയിരിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഈ പ്രക്ഷോഭ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്.